ഇന്നിപ്പോ എന്നെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ച ഒരാൾ പറഞ്ഞു ഞാൻ സോഫ്റ്റ്വെയർ വെച്ച് പാലക്കാട്ട് രേഖ പരിശോധിച്ചപ്പോൾ 180 ചില്ലാനും ഇരട്ട വോട്ട് അത് കണ്ടെത്ത സോഫ്റ്റ്വെയർ പറഞ്ഞു. അപ്പോൾ ഇത്തരം ഒരു സോഫ്റ്റ്വെയർ സംവിധാനം എന്തുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൂടാ? മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന്റെ സമയത്ത് ഇതാ പറഞ്ഞു 1,00,000 സംതിങ് വോട്ട് 42,000 വോട്ട് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ച് അടൂർ പ്രകാശ് കണ്ടെത്തി 22,000 വോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തില് ഇപ്പോ NDAയുടെ കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ച വേളയിൽ ഇത്രയും ഡബിൾ വോട്ട് അല്ലെങ്കിൽ അധികമായി കിടക്കുന്ന 1,00,000 മുകളിലാണ്. ആ ഒരു ഫിഗർ വെച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ അത് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഇടപെടലുകൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടതും ഇലക്ട്രൽ ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യം നമ്മുടെ വോട്ടർ ID എന്തുകൊണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നില്ല? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ നീണ്ടുപോകുമെന്നാണ് പറയുന്നത്. എങ്ങനെ നീണ്ടുപോകും? ആധാർ കാർഡ് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഞാൻ സംസാരിച്ചിരുന്നു കോഴിക്കോട് ബാങ്കുമായിട്ട്, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് KYC എങ്ങനെയാണ് നമ്മൾ ബാങ്കുമായിട്ട് ആധാർ കാർഡ് ബന്ധിപ്പിച്ചത്? ആധാർ കാർഡ് ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുമായിട്ട് ബന്ധിപ്പിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ട് വോട്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആധാർ കാർഡിനെ എന്തുകൊണ്ട് വോട്ടർ ID കാർഡുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വോട്ടർ ID ഉണ്ടാവൂ, അത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഈ ഇരട്ട വോട്ടും വ്യാജ വോട്ട് ആരോപണവും ഉണ്ടാവുന്നത്. ഇത് പരിഹരിക്കാൻ ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ സിനോജ് പറഞ്ഞതുപോലെ, നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഇലക്ട്രൽ ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് അക്കാര്യത്തിൽ ജാഗ്രത. ഒരു കാര്യം എന്താ പറയുക, ഇത്ര സുതാര്യമായിട്ട് ഈ പറഞ്ഞ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പാലക്കാട് പോലെയുള്ള സ്ഥലത്ത് 1000 വോട്ടിന്റെ ഒക്കെ ഡിഫറൻസ് കള്ളവോട്ടും പിന്നെ എന്താ ഇരട്ട വോട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പാക്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമല്ലേ? ലാസ്റ്റ് ഇലക്ഷനിലെ ഭൂരിപക്ഷം നോക്കൂ 3,000 സംതിങ് ആണ്. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അവിടെയൊക്കെ അവരെ 2,700 വോട്ടുകൾ ചേർത്തു എന്ന് പറയുന്നത് വാസ്തവമാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒറ്റ വാക്കിൽ നമുക്കിത് പറയാൻ പറ്റും. അന്വേഷണം ആരംഭിച്ചു. അതിൽ CPM ഇന്നെടുത്തൊരു നിലപാടുണ്ട്. അന്വേഷണം കൃത്യമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സമരവുമായി 18 ബഹുജന പ്രക്ഷോഭത്തിന് CPM നേതൃത്വം തീരുമാനിച്ചു. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ട്. BLOമാരുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ വ്യാജ വോട്ടോ ഇരട്ട വോട്ടേഴ്സ് ID ഉണ്ടാക്കുമ്പോഴേ വോട്ടേഴ്സ് ID ഫോട്ടോ വേണമല്ലോ. അപ്പോൾ ഫോട്ടോ ചില ഫോട്ടോ സൂം ചെയ്തെടുത്തിരിക്കുന്നു, വൈഡിൽ എടുത്തിരിക്കുന്നു. ആ സെയിം ഉള്ള ഫോട്ടോ തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ അടുത്ത വോട്ടർ ID ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അത്ര കാര്യമല്ല. സെയിം ഫോട്ടോ ഉപയോഗിച്ചിട്ട് അതേ ഫോട്ടോ തന്നെ നമ്മൾ കണ്ടെത്തിയ വാർത്ത 113ാമത്തെ അഞ്ജലി അല്ല ഇന്ന് കണ്ടെത്തി കൊടുത്ത വാർത്ത 113ാമത്തെ ബൂത്തില് ഒരു ഫോട്ടോ എൻലാർജ് ചെയ്തിരിക്കുന്നു, മറ്റേ ഫോട്ടോ സൂം ഔട്ട് ചെയ്തും സൂം ഇൻ ചെയ്തും അങ്ങനെയൊക്കെ മാറ്റി ഒരേ ഫോട്ടോ വ്യാജനാണ്. അതെ, വ്യാജ ഫോട്ടോ അടിക്കാനും വ്യാജ ID കാർഡ് ഉണ്ടാക്കാനും ഒക്കെയുള്ള പ്രത്യേക പരിശീലനം സിദ്ധിച്ചവർ മണ്ഡലങ്ങളിലുണ്ട്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കൂടി ഒന്ന് പോകണം. അപ്പോൾ പാലക്കാട് ഒറ്റ കാര്യമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. പാലക്കാട് ഈ വ്യാജ വോട്ട് വിവാദം ആരെ തുണയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സിംഗിൾ ടേക്ക് എടുക്കാം. അഷ്കർ, ഇത് ആരെ തുണയ്ക്കാനാണ് സാധ്യത വോട്ടർമാരിലേക്ക് എത്തിയാൽ? അല്ല അതിൽ ചേർക്കേണ്ട കാര്യമുണ്ട്. ഇത് കൃത്യമായ രാഷ്ട്രീയ പാർട്ടികളുടെ അറിവോടുകൂടി സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വാർത്ത കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണല്ലോ. ഇത്രയും ദിവസം അതത് വാർഡിലുള്ള അവിടുത്തെ ബൂത്തിലിരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കയ്യിലും ഈ ലിസ്റ്റുണ്ട്. അവർ ഇത്ര കാലം എന്ത് ചെയ്തു? കഴിഞ്ഞ 10 ദിവസം അവർ എന്ത് ചെയ്തു? ഈ BLOമാർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചെങ്കിൽ ആ BLOമാർക്കെതിരെ ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ചർച്ച ആദ്യഘട്ടത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഈ ID കാർഡിനെ നമ്മുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്തിടത്തോളം കാലം ഇത് ഇന്ന് പാലക്കാടാണെങ്കിൽ നാളെ ഇന്ത്യയിൽ ഏതു മണ്ഡലത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കേരളത്തിൽ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ എത്രമാത്രം കൂടുതൽ ആഴത്തിൽ സംഭവിക്കും എന്നുകൂടി ഒന്ന് പ്രേക്ഷകർ തിരിച്ചറിയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുമ്പോൾ ഇന്നലെ EP ജയരാജൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം ഒരുക്കിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം ഒരുക്കിയ പന്തലിൽ വെച്ച് പറഞ്ഞത് ഊതിക്കാച്ചിയ പൊന്നാണ് P സരിൻ എന്നാണ്. യഥാർത്ഥത്തിൽ അതൊന്ന് ഊതുകയായിരുന്നോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, EP ജയരാജൻ വളരെ കൃത്യമായി പറയുകയായിരുന്നു എന്നാണ് LDF പക്ഷം പറയുന്നത്. ഇന്നെന്തായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ EP ജയരാജന്റെ വിശദീകരണം പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അഥവാ ബോധ്യപ്പെട്ടു എന്നാണ് നമ്മളോട് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Meet the editors.